സംസ്ഥാന ബജറ്റ് ഇന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ KN ബാലഗോപാലിന്റെ 5ാം ബജറ്റിൽ ഇടം പിടിക്കും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വയനാട് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചേക്കും. അധിക വിഭവ സമാഹരണം ലക്ഷ്യമിട്ട് നികുതിയേതര ഫീസുകളും കൂട്ടിയേക്കും. സാമ്പത്തിക അവലോകന റിപ്പോർട്ടും ഇന്ന് നിയമസഭയിൽ വെക്കും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പതിവ് പ്രായോഗികവാദത്തിൽ നിന്നും ഇത്തവണ KN ബാലഗോപാൽ വഴിമാറി നടന്നേക്കും. ജനക്ഷേമം വിളിച്ചോതുന്ന ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ 4 തവണയും 1 രൂപ പോലും കൂട്ടാത്ത ക്ഷേമ പെൻഷൻ ഇത്തവണ വർദ്ധിപ്പിക്കും. വയനാട് പുനരധിവാസത്തിന് പുറമെ വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള വികസന കുതിപ്പിനും ബജറ്റിൽ കൂടുതൽ പണം നീക്കിവെക്കും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ജീവനക്കാരോടുള്ള കമ്മിറ്റ്മെന്റും പബ്ലിക് നമ്മുടെ പൊതുവിലുള്ള ഒരു സിവിൽ സർവീസിനോടുള്ള കമ്മിറ്റ്മെന്റിനും ഒരു കുറവുമില്ല. പതിവ് പോലെ പുതുതലമുറ വ്യവസായങ്ങൾക്കായുള്ള നീക്കിയിരിപ്പും കൂട്ടും. ആശ്വാസകിരണവും കാരുണ്യവും അടക്കമുള്ള ജനക്ഷേമ പദ്ധതികളുടെ വിഹിതം വർദ്ധിപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്കും കാര്യമായ പരിഗണനയുണ്ടാവും ഇത്തവണ. കിഫ്ബിയിലും നിർണായക പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കും. സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഇഷ്ടമുള്ളവ മാത്രം തിരഞ്ഞെടുത്ത് സഹായം നൽകാൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുന്ന സംവിധാനവും ഏർപ്പെടുത്തിയേക്കും. മീഡിയ 1 തിരുവനന്തപുരം.